നമുക്ക് ചോറ് അരച്ചിച്ചിരി പൊറോട്ട ഉണ്ടാക്കാം. പെട്ടെന്ന് പുളിക്കാനും നമുക്ക് കൈ വയ്യാത്തവർക്ക് അടിച്ച് ചതച്ച് പാടുപെടണ്ട. ഇത് ഹോട്ടലിൽ പണ്ട് എൻ്റെ ഹോട്ടലിൽ ഒരു പണിക്കാരനുണ്ടായിരുന്നു. അവൻ പറയും, ചേച്ചി എളുപ്പച്ച് ചോറ് അരച്ചുണ്ട്, നമുക്കിപ്പോൾ പൊറോട്ട കൊടുക്കാം, വെച്ചേക്കേണ്ട ആവശ്യമില്ല, അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാം. ആവശ്യത്തിന് ഉപ്പ്, ചെറുതായിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. മാവിട്ട് കുഴയ്ക്കാം. മാവിട്ട് കൊടുത്ത് ഇനി നമുക്കത് കുഴച്ചെടുക്കാം. മാവ് കുഴച്ച് നമുക്ക് ഇച്ചിരി എണ്ണ തൂകി ഇപ്പം തന്നെ ഉണ്ടാക്കാം. വെച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പം തന്നെ ചെയ്യാം. പൊറോട്ടയ്ക്ക് ഞാൻ ഇച്ചിരി വെള്ളക്കടല കറി വെക്കാൻ തുടങ്ങുകയാണ്. എണ്ണ തൂവി കൊടുത്ത് അതിന് മുകളിൽ കുറച്ച് എണ്ണ ഇട്ട് അതിൻ്റെ പുറത്ത് നമുക്കൊരു ഇച്ചിരി മാവിട്ട് കൊടുക്കാം. എണ്ണ തൂവണം, എണ്ണ തൂവിട്ട് മാവിട്ട് കൊടുക്കാം. എല്ലാ സ്ഥലത്തും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചുരുട്ടി വെച്ച് നമ്മുടെ പൊറോട്ടയോടുള്ള കറി, കടലക്കറി റെഡി. നമുക്ക് മല്ലിയില ഇട്ടറക്കാം. ഉള്ളി വഴറ്റി പ്രത്യേകിച്ച് കാണിക്കണ്ട, എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാം ഇങ്ങനെ റോൾ ചെയ്തിട്ട് വട്ടത്തിൽ വെട്ടി വെച്ച് എന്നിട്ട് ഇതിങ്ങനെ കൈ കൊണ്ട് പരത്തിയെടുക്കാം. കണ്ടോ, കൈ കൊണ്ട് പരത്തി എടുക്കാം. പടിയൊന്നും വേണ്ട, ചുട്ടെടുക്കുവാണ്. ഇത് സ്റ്റാൻഡ് വെച്ചെടുക്കാനൊന്നും ഇവിടെ പറ്റത്തില്ല. ഒരു കൈ കൊണ്ട് എടുക്കുന്നുണ്ടൊന്നും വിശാലമായിട്ട് കാണിക്കാൻ പറ്റത്തില്ല. വിരൽ വെച്ച് പതിക്കല്, അപ്പോൾ കൈ അടയാളം വരും. നമുക്ക് ഈ കൈയുടെ ഈ പത്തിയില്ലേ, പത്തി വെച്ച് ഇങ്ങനെ ആക്കണം. എണ്ണ തൊട്ടിട്ട് ഉണ്ടോ. അഞ്ചാറ് പൊറോട്ട ചുട്ടിട്ട് നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കാം. പൊറോട്ട അടിച്ചെടുത്ത് നല്ല എതിളൊക്കെ ഉള്ള പൊറോട്ടയാണ്. കൂടുതലായിട്ട് എതിളായില്ല, എന്നാൽ ഒന്നുകൂടെ ചുറ്റിച്ചൂടെ ചുറ്റണം. വീശാൻ വയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. രണ്ടാമത്തെ പൊറോട്ട ശരിയായിക്കൊണ്ടിരിക്കുന്നു. ആദ്യത്തേത് നല്ലത് ശരിയായില്ല, ഇപ്പോൾ അതെല്ലാം അടിയായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പൊറോട്ട ശരിയായി. ചൂട് നല്ല മയമുണ്ട്, അപ്പോഴപ്പോഴുണ്ടാക്കിയെടുക്കാം കേട്ടോ. എനിക്ക് പിന്നെ പൊറോട്ടയും കറിയും കഴിച്ചാലോ. എല്ലാവരും വാ, നമുക്ക് കഴിക്കാം. ഓക്കേ.